ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ക്ലാസ് അല്ല, നമ്മൾ സിലബസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ HSA എക്സാം നോട്ടിഫിക്കേഷൻ ഉടൻ വരും എന്നുള്ളൊരു വാർത്ത നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. സോ വിൻസ്പയറിലൂടെ എച്ച് എസ് എ ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ടും സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ കഴിവിൻ്റെ പരമാവധി പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ തൊട്ട് മുന്നേ കഴിഞ്ഞ HSAയുടെ ഇംഗ്ലീഷിൻ്റെ സിലബസിൽ പാർട്ട് ബിയിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് എ ജനറൽ ടോപ്പിക്സ് ആണ്. അപ്പം ജനറൽ ടോപ്പിക്സിൻ്റെ സിലബസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പാർട്ട് ബിയിൽ നമ്മളോട് ചോദിക്കുന്നത് ഒന്ന് മൊഡ്യൂൾ 1 പോയട്രിയാണ്. എല്ലാ പോയട്രീസും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സിലബസിൽ പ്രധാനപ്പെട്ട കുറച്ച് പോയട്രീസ് തന്നിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ ഷേക്സ്പിയറിൻ്റെ സോണറ്റ് 121 ആണ്, 121. ദെൻ ജോൺ ഡണ്ണിൻ്റെ എ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്, മിൽട്ടൻ്റെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്, തോമസ് ഗ്രേയുടെ എലിജി റിട്ടേൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ്, വേർഡ്സ്വർത്തിൻ്റെ ടിൻഡാൻ എബെ, ഷെല്ലിയുടെ ടു എ സ്കൈലാർക്ക്, ജോൺ കീറ്റ്സിൻ്റെ ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ, യുളീസസ് ടെന്നീസൺ എഴുതിയ യുളീസസ്, മൈ ലാസ്റ്റ് ഡച്ചസ് റോബർട്ട് ബ്രൗണിങ്, ദെൻ അർണോൾഡിൻ്റെ ഡോവർ ബീച്ച്, WB യെറ്റ്സിൻ്റെ എ പ്രയർ ഫോർ മൈ ഡോട്ടർ, സിൽവിയ പ്ലാത്തിൻ്റെ ഡാഡി, ടാഗോറിൻ്റെ വെയർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ, നിസിം എസിക്കലിൻ്റെ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ, കമലാദാസിൻ്റെ ആൻ ഇൻട്രൊഡക്ഷൻ, AK രാമാനുജൻ്റെ ഒബീച്വറി, റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഹോം ബറിയൽ, എമിലി ഡിക്കിൻസൻ്റെ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, വോൾ സോയിങ്കയുടെ എ ടെലഫോൺ കോൺവെർസേഷൻ, പീന അലക്സാണ്ടർ എഴുതിയ ഹൗസ് ഓഫ് എ തൗസൻഡ് ഡോർസ്, മാർഗരറ്റ് അറ്റ്വുഡിൻ്റെ ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ, ഡേവിഡ് ഡിയോപ്പ് എഴുതിയ ആഫ്രിക്ക, ജോൺ ഡോവിസ് എഴുതിയ അബോജിനൽ ഓസ്ട്രേലിയ. ഇതാണ് മൊഡ്യൂൾ 1 പോയട്രിയിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട പോയിൻറ്റ്സ്. അപ്പോൾ ഇതിലെ പോയട്രീസ് നമ്മൾ വായിച്ച് അതിലെ പ്രധാനപ്പെട്ട ലാംഗ്വേജ് എലമെൻറ്റ്സ്, ലിറ്റററി ഫിഗേഴ്സ്, അതിൻ്റെ ഇന്നർ മീനിങ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പോയട്രീസിനെ സമീപിക്കേണ്ടത്. അപ്പോൾ പോയട്രീസിലെ പ്രധാനപ്പെട്ട പോയട്രീസൊക്കെ നമുക്ക് വിൻസ്പയറിലൂടെ തന്നെ ഡിസ്കസ് ചെയ്യാം. ദെൻ മൊഡ്യൂൾ 2 ഡ്രാമയാണ്. ഡ്രാമയിൽ വളരെ പ്രശസ്തരായ എഴുത്തുകാരുടെ പല ഏജസിലുള്ള ഷേക്സ്പിയർ മുതൽ മോഡേൺ ഏജിലുള്ള ഗിരീഷ് കർണാട് പോലുള്ള ഇന്ത്യൻ റൈറ്റേഴ്സിൻ്റെ അടക്കം ഡ്രാമാസ് നമുക്ക് പഠിക്കാനുണ്ട്. ഷേക്സ്പിയറിൻ്റെ മാക്ബെത്ത്, ഷെറിഡൻ്റെ സ്കൂൾ ഫോർ സ്കാൻഡൽ, ഓസ്കാർ വൈൽഡിൻ്റെ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ്, ഹെൻറി കിബ്സൻ്റെ എ ഡോൾസ് ഹൗസ്, ബെർണാഡ് ഷായുടെ പിഗ്മാലിയൻ, JM സിഞ്ച് എഴുതിയ റൈഡേഴ്സ് ടു ദ സീ, സാമുവൽ ബക്കറ്റ് എഴുതിയ വെയിറ്റിംഗ് ഫോർ ഗോഡോ, ആർത്തർ മില്ലറിൻ്റെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ, ടെന്നീസ് വില്യംസിൻ്റെ ദ ഗ്ലാസ് മെനാജറി, ഗിരീഷ് കർണാടിൻ്റെ നാഗമണ്ഡല. അപ്പോൾ ഡ്രാമാസ് പൂർണ്ണമായിട്ട് നമുക്ക് വായിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. കുറച്ച് ഡ്രാമാസേ ഉള്ളൂ, എങ്കിലും വായിക്കുക എന്നുള്ളത് പൂർണ്ണമായിട്ടും വായിക്കുക പോസിബിൾ അല്ല. ഇതിൽ പലതും നമ്മൾ ഡിഗ്രിയിലും PGയിലും പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ പ്ലോട്ടും തീം, ക്യാരക്ടേഴ്സ്, പ്രധാനപ്പെട്ട കോൺവെർസേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. അതൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻസ് പലതും ആ ഒരു ലെവലിൽ വരാറുണ്ട്. കോൺവെർസേഷൻസ് തന്നിട്ട് അതേത് ക്യാരക്ടേഴ്സിൻ്റെതാണ് എന്ന നിലയിലുള്ള ക്വസ്റ്റ്യൻസ് വരെ കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുണ്ട്. ഇനി മൊഡ്യൂൾ 3ൽ പ്രോസ് ആൻഡ് ഫിക്ഷൻ, എസ്സേസും വരുന്നുണ്ട്, നോവൽസും വരുന്നുണ്ട്. ഫ്രാൻസിസ് ബാക്കൻ്റെ ഓഫ് സ്റ്റഡീസ് എസ്സേ ആണല്ലേ. സ്റ്റീലിൻ്റെ ദ ട്രംപറ്റ് ക്ലബ്, അതും ഒരു എസ്സേ ടൈപ്പാണ്, ഫിക്ഷനും കൂടിയാണ്. ദെൻ AG ഗാർഡനറിൻ്റെ ഓൺ ദ റൂൾ ഓഫ് ദ റോഡ്, അതൊരു എസ്സേ ആണ്. EM ഫോസ്റ്ററിൻ്റെ ഓൺ ടോളറൻസ് എസ്സേ ആണ്. ബെർട്ടൺ റസലിൻ്റെ ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ, അതും എസ്സേ ആണ്. ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ഹ്യൂമാനിറ്റീസ് വേഴ്സസ് സയൻസ്, അതും എസ്സേ ആണ്. എമിലി ബ്രോണ്ടിയുടെ വെതറിങ് ഹൈറ്റ്സ്, അത് നോവലാണ്. ജോർജ് ഓർവെലിൻ്റെ ആനിമൽ ഫാം നോവലാണ്. ഹെമിംഗ്വേയുടെ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ, അതും നോവലാണ്. റൂട്ട്സ് ആൻഡ് ഷാഡോസ്, ശശി ദേശ്പാണ്ഡെയുടെ നോവലാണ്. അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവൽ.
ടോണി മൊറീസൻ്റെ ദ ബ്ലൂവസ്റ്റ് ഐ എന്ന നോവൽ. അപ്പോൾ ഇത്രയും നോവൽസും പ്രോസ് അഥവാ നോൺ ഫിക്ഷനും നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതിൽ എസ്സേസ് നമുക്ക് കഴിയുന്ന എസ്സേസ് എല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ വായിച്ച് പോകാം, വായിച്ച് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി പോകാൻ കഴിയുന്നതാണ്. നമുക്ക് അതെല്ലാം നമ്മുടെ ചാനലിലൂടെ തന്നെ കഴിയുമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ ഫോർത്ത് മൊഡ്യൂൾ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് ടേംസ് ആണ്. ചില ആളുകൾക്കെങ്കിലും കുറച്ച് പ്രശ്നം തോന്നുന്ന ഒരു ഏരിയ ആണിത്. ഇതിൽ നമ്മൾ രാസ, ധ്വനി പോലുള്ള കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യണം. ദെൻ അരിസ്റ്റോട്ടലിൻ്റെ പൊയറ്റിക്സ്, വേർഡ്സ്വർത്തിൻ്റെ പ്രിഫേസ് ടു ലിറിക്കൽ ബാലറ്റ്സ്, കോൾറിഡ്ജിൻ്റെ ബയോഗ്രഫിയ ലിറ്റററിയയിലെ ചാപ്റ്റർ 14 ചാപ്റ്റർ മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ദെൻ അർണോൾഡ് എഴുതിയ സ്റ്റഡി ഓഫ് പോയട്രി, എലിയറ്റിൻ്റെ ട്രഡീഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ ടാലൻറ്റ്, സോഷ്യൽ എഴുതിയ നാച്ചർ ഓഫ് ദ ലിംഗ്വിസ്റ്റിക് സൈൻ, ഷോൾട്ടറിൻ്റെ ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ്. അതോടൊപ്പം തന്നെ ചില ടേംസും മൂവ്മെൻറ്റ്സും നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നുണ്ട്. അത് എവിടെ റെഫർ ചെയ്യണമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രശസ്തമായിട്ടുള്ള എ ഗ്ലോസറി ഓഫ് ലിറ്റററി ടേംസ് എന്ന് പറയുന്ന ഒരു രചനയുണ്ട്, എം എച്ച് എബ്രാംസിൻ്റെയാണ്. അത് നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. അതിലെ ക്ലാസിസം, നിയോ ക്ലാസിസം, റൊമാൻറ്റിസം, ഹ്യൂമനിസം, റിയലിസം, മാജിക്കൽ റിയലിസം, നാച്ചുറലിസം, സിംബോളിസം, റഷ്യൻ ഫോർമലിസം, മാർക്സിസം, സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, ഡികൺസ്ട്രക്ഷൻ, സൈക്കോ അനാലിറ്റിക്കൽ ക്രിറ്റിസിസം, ഫെമിനിസം, പോസ്റ്റ് കൊളോണലിസം, മോഡേണിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം. അപ്പോൾ ഇത്തരം ടേംസൊക്കെ നമുക്ക് ആ ഒരു ടെക്സ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം. ദെൻ മൊഡ്യൂൾ 5 ലിംഗ്വിസ്റ്റിക്സ്, ഫോണറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ് ആണ്. അതിൽ ഫോണോളജി, മോർഫോളജി, സിൻടാക്സ്, സെമാറ്റിക്സ്, ലാംഗ്വേജ് ആൻഡ് പരോൾ, കോമ്പറ്റൻസ് ആൻഡ് പെർഫോമൻസ്, ഓർഗൻസ് ഓഫ് സ്പീച്ച്, classification of speech sounds, stress, rhythm, intonation, transcription, Indo-European family of languages, loan words, Latin, Scandinavian, French, Indian. പിന്നെ ഇംഗ്ലീഷസിൽ അമേരിക്കൻ ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ, ഇന്ത്യൻ ആൻഡ് ആഫ്രിക്കൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ടേംസും പദങ്ങളും അതോടൊപ്പം തന്നെ നടന്ന ഇവാലുവേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ദെൻ മൊഡ്യൂൾ 6 മോഡേൺ ഇംഗ്ലീഷ് യൂസേജ് ആണ്. ഇത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമുള്ള മൊഡ്യൂളാണ് മൊഡ്യൂൾ 6ഉം 7ഉം. കാരണം ഇംഗ്ലീഷ് ടീച്ചേഴ്സ് എന്ന നിലയിൽ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. സെൻറ്റൻസ് കറക്ഷൻ, വൊക്കാബുലറി, സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ്, വൺ വേർഡ്, കോമൺലി കൺഫ്യൂസ്ഡ് വേർഡ്സ്, ലാംഗ്വേജ് ഫങ്ഷൻസ് സച്ച് എസ് അഗ്രീയിങ്, കംപ്ലൈനിങ്, അപ്രോപ്രിയേറ്റ് വേർഡ് ഓർഡർ, അപ്രോപ്രിയേറ്റ് സെൻറ്റൻസ് ഓർഡർ, ഇഡിയംസ്, പാസേജ് ഫോർ കോംപ്രിഹെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾ. ഇനി ഗ്രാമറിലേക്ക് വരുന്ന സമയത്ത് ഒരു ജനറൽ PSCയിൽ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആർട്ടിക്കിൾ, പ്രിപ്പോസിഷൻ, ക്ലോസസ്, ടെൻസസ്, ഫ്രൈസൽ വെർബ്സ്, കൺജക്ഷൻസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ക്വസ്റ്റ്യൻ ടാഗ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെൻറ്റൻസസ്. ദെൻ ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷാണ്. അതിൽ നമ്മുടെ സ്കൂൾസ് അഥവാ സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ വരുന്ന ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം, കൺസ്ട്രക്റ്റിവിസം എന്നിവ ഡിസ്കസ് ചെയ്യണം. സ്കിൽസ് ആൻഡ് സബ് സ്കിൽസ് ഓഫ് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. ദെൻ ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ്, അതേപോലെ ക്രഷൻ്റെ തിയറി, മോണിറ്ററിംഗ് മോഡൽ തിയറീസ് ഒക്കെ ഉണ്ടല്ലോ. ദെൻ മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ്, ഗ്രാമർ, ട്രാൻസ്ലേഷൻ, ഓഡിയോ ലിങ്കൽ, ഡയറക്റ്റ് മെത്തേഡ്, സ്ട്രക്ചറൽ, ഓറൽ, സിറ്റുവേഷണൽ അപ്രോച്ചസ്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, ബൈലിംഗ്വൽ മെത്തേഡ്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചസ് ഇവകളെല്ലാം. ദെൻ uses of AV8s and ICT, teaching of prose, poetry, grammar, testing and evaluation, learning types, teaching learners with disability, അഥവാ PWD, നമ്മുടെ ഇൻറ്റിഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ അതൊക്കെയാണ് അവിടെ ഉദ്ദേശം. NCF, KCF ഓൺ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ്. അപ്പോൾ ഇതിൽ 8th മൊഡ്യൂളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കി ഉള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻസും ലൈക്കും നമുക്കൊപ്പം ഉണ്ടെങ്കിൽ സിലബസിൽ മാക്സിമം കാര്യങ്ങളും നമുക്ക് വളരെ സൗജന്യമായിട്ട് തന്നെ, തികച്ചും സൗജന്യമായിട്ട് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നതാണ്. സോ നിങ്ങൾ നമ്മുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആവശ്യക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ HSA ഇംഗ്ലീഷിലെ ജനറൽ ടോപ്പിക്സും ഇംഗ്ലീഷിൻ്റെ
കണ്ടൻറ്റ് ടോപ്പിക്സ് നമ്മുടെ പാർട്ട് ബി ഭാഗവും നമുക്ക് പൂർണ്ണമായിട്ടല്ല പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നന്നായിട്ട് പഠിക്കാനും ഉടൻ തന്നെ ഒരു ഇംഗ്ലീഷ് ടീച്ചറായിട്ട് ഗവൺമെൻറ് സ്കൂളിൽ ജോയിൻ ചെയ്യാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ദാറ്റ്സ് ഓൾ ദ ബെസ്റ്റ്.